ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ടാണ് ബാക്ക് ബ്രേക്ക് ലൈനർ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. നിലവിൽ നല്ല ലൈനറാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് തേമാനം ഉണ്ട് എങ്കിൽ കൂടി നമുക്കത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് എയർ ഫിൽറ്ററിൻ്റെ ബോക്സ്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ നല്ല ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. അപ്പോൾ നമുക്കതൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം, ക്ലച്ച് ഓട്ടോ ക്ലച്ച് യൂണിറ്റാണ് നമുക്ക് വരാം. അത് ഡ്രൈ ടൈപ്പാണ്. CVT ക്ലച്ച് നമുക്ക് വരാം. അത് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എയർ അടിച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. കിക്കറിൻ്റെ വീലൊക്കെ നമ്മളൊന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബെൽറ്റിൻ്റെ സെൻറ്റർ പോർഷനിൽ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത്. ഇതുവരെ നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല. വേരിയേറ്റർ ബോഡി റോളർ കാര്യങ്ങളൊക്കെയാണത്. അത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ. വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആയാലും നമുക്ക് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി. ഈ വീലായാലും നമ്മൾ അതിൻ്റെ പിന്നുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചേക്കണം. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ വേറെ പറയത്തക്ക ഇതൊന്നുമില്ല. ക്ലീൻ ചെയ്യുക, ഗ്രീസിങ് നടത്തുക, അതാണ് നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട വർക്ക്. പിന്നെ ഓൾറെഡി നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. ബാറ്ററി ആയാലും നമുക്ക് വലിയ പഴക്കമില്ലാത്ത ബാറ്ററി ഇരിക്കണേ. 6 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ഇത് ഇരിക്കണേ. ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണമുണ്ട്. പുതിയ ബാറ്ററിയാണ്, കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടി സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണമെന്നുള്ളൂ. ബാറ്ററി ഓക്കെയാണ് നിലവിൽ കേട്ടോ. പിന്നെ ഫ്രണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാൽ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസിങ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ആയാലും ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ അത്യാവശ്യം നല്ല കേബിളാണ്. പിന്നെ നമുക്ക് ടയറിൻ്റെ എയറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അതേപോലെ സ്വിച്ചുകളൊക്കെ ഒന്ന് നോക്കാനുണ്ട്. ലൂബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ സീറ്റ് കവർ കിടക്കുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ കവറൊന്ന് മാറ്റി പഞ്ച് ചെയ്തിടാനുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട വന്ന വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വാട്ടർ സർവീസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് അത് ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. പിന്നെ നമുക്ക് ഈ ബോഡിയുടെ ഈ ലെഫ്റ്റ് ബോഡിയുടെ ഈ സൈഡ്, ഈ ഫുട്ട് വന്ന സൈഡ്, ഫുട്ട് റെസ്റ്റ് ഈ ഭാഗം എൻ്റെ ചെറിയൊരു ഡെൻറ്റൊക്കെ ഉണ്ട് സൈഡിൽ. വേറെ പ്രോബ്ലം ഒന്നുമില്ല, പെയിൻ്റ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം. ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ.